മുസ്ലിം സമൂഹം കണ്ടതിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ജനങ്ങൾ വഹാബികളാണെന്നാണ് ഇന്നും എന്റെ വിശ്വാസം. ആയിക്കോട്ടെ. അപ്പൊ വഹാബികൾക്കെതിരെ ഞാൻ പ്രസംഗിച്ചു. അങ്ങനെ പ്രസംഗം നടന്നിട്ടുണ്ടാവില്ല. അത്രയും വലിയ പ്രസംഗം. അപ്പോൾ എനിക്ക് പ്രശ്നം എന്ത് നഷ്ടപ്പെട്ടു. മൂപ്പർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. തന്നെ സത്യം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹം, നിങ്ങളുടെ വഴി, നിങ്ങളുടെ സമ്പത്ത്, ഇതെല്ലാം നിലക്കും സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഹജ്ജിന് പോകണമെങ്കിൽ പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? ഹക്ക് തുറന്നു പറഞ്ഞു. 924 മുതൽ 2024 വരെയും വഹാബികളുടെ അധികാരത്തിലാണ് മക്കയും മദീനയും. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഹജ്ജിന് പോയപ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നില്ലേ റഹ്മത്തുള്ള കാസിമിയെ അല്ലേ? ഇപ്പൊ നിങ്ങള് ഇനി പോകാൻ പറ്റൂല, മക്കയ്ക്ക് എന്തായാലും ഞാൻ പോകണില്ല, അത് കല്ലും മണ്ണുമാണ്, മദീന നിന്റെ കബർക്ക് വരട്ടെന്നും പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ഇതൊന്നുമല്ല സഹോദരന്മാരെ, ഇന്ന് ഇതിൽ പറയാനുള്ളത് വാപ്പാന്റെ ഔറത്ത് കണ്ടവനാണ് ഈ പറയപ്പെട്ട ഈ മനുഷ്യൻ എന്ന് ഈ മനുഷ്യൻ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ബാക്കി നമുക്ക് കേൾക്കാം. മനസ്സിലായി. വഹാബികൾ ക്രൂരന്മാരും കള്ളന്മാരുമാണ്, മോശപ്പെട്ട തമ്മാടികളാണ് എന്ന് ആയിരക്കണക്കാണ് ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ടിനിടയിലുള്ള സുന്നി പണ്ഡിതന്മാർ എഴുതി വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിഗൗരവമായ ചില ഗവേഷണങ്ങൾ നടത്തി. ആ ഗവേഷണത്തിന് മറുപടി വഹാബികൾ വേണ്ടിയിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഹക്ക് പറയുക എന്ന ബാധ്യതയാണ് മക്കയിലേക്ക് പോകുന്നതിനേക്കാൾ വലിയ ബാധ്യത. ഇനിയും ചില ഹക്കുകൾ എനിക്ക് പറയാനും ഉണ്ട്. ഇതുപോലുള്ള ഹക്കുകളായിരിക്കും. മരിക്കുന്നതിൽ പേടിയില്ല. പേടിച്ചിട്ട് കാര്യമില്ല, മരിക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിക്കാൻ ഒരു കൊതിയില്ലാത്ത മനുഷ്യനാണ്. മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. അതിനിപ്പോ പേടിച്ചിട്ട് കാര്യം? എന്റെ റബ്ബിനെ സ്വീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കോലത്തിലാണെങ്കിൽ നല്ല സ്വീകരിക്കും. ആയിക്കോട്ടെ പറയും. എന്റെ റബ്ബ് എന്തിനാണ് ഈ റബ്ബ് എങ്ങനെ സ്വീകരിക്കുക? നഷ്ടപ്പെട്ട കാലത്ത് ഹക്ക് പറയുമ്പോഴാണ് റബ്ബ് സ്വീകരിക്കുക. നിസ്കരിക്കൽ നോമ്പല്ല, നോമ്പ് നിസ്കാരം വിഷയമല്ല. റബ്ബിന്റെ ഇബാദത്ത് തന്നെ ഈ ഹക്ക് പറയലാണ്, ഹക്ക് കണ്ടെത്തലാണ്. കണ്ടെത്തലും പറയലുമാണ് ഇബാദത്ത്. ഹക്ക് കണ്ടെത്തുമ്പോ ഭയങ്കര പ്രയാസം, കാരണം ഹക്ക് കണ്ടെത്തിയ പോലെ ഹക്ക് പറയണം. ഹക്ക് പറയുമ്പോൾ മക്കയിലേക്ക് മദീനയിലേക്കുള്ള വഴി അടയും. ഖുർആനും തിരുസുന്നത്തിനും എതിരാകുമ്പോ അടയും. മദീനയിലും പോകാൻ കഴിയാത്ത എത്രയോ രാത്രി ഇരുന്ന് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയെ എന്റെ ഖബറിലേക്ക് തരുമെന്നാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസം അടക്കട്ടെ. മൂപ്പര് രാത്രി ഇരുന്നിട്ട് കരയുണ്ട്. എന്തിന്? മക്കയ്ക്കും മദീനയ്ക്കും പോകാൻ പറ്റാത്തതുകൊണ്ട്. ഇനി പോയാൽ അവിടെ മതകാരി പോലീസ് പിടിക്കും. എന്നിട്ട് ഈ പറഞ്ഞതൊക്കെ എന്താണ്? ഇത് ഖുർആനെതിരല്ലേ, ഇത് ഹദീസിനെതിരല്ലേ, ഇത് ഇമാമിങ്ങളുടെ കിതാബുകൾക്കും ഉദ്ധരണികൾക്കും എതിരല്ലേ എന്ന് ചോദിക്കും. അപ്പോ ആ ഒരു ബേജാറുകൊണ്ട് അവർക്ക് പോണില്ല. ആദ്യം പോയിട്ടുണ്ട്, ഇപ്പൊ പോണില്ല. ആ വിഷമത്തിൽ കരയുണ്ട്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തടത്ത് നിങ്ങളും പോണ്ടെന്നുള്ളതാണ് മൂപ്പര് നേരത്തെ പറഞ്ഞ. നമ്മൾ 2 ദിവസം മുമ്പ് കാണിച്ച വീഡിയോന്റെ ആകത്തുക ഇനി പറഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പറയ കാസ്മിയെ. കാരണം ഞാൻ നബിയോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ശരി. അത് മനസ്സിലാക്കാനോ ഇന്ന് ചില ആളുകൾക്ക് കഴിയുന്നില്ല. ചില ആളുകൾക്ക് കാണാൻ കഴിയും. എന്തിന്? സ്വാഭാവികം. എന്തിന് കണ്ണുകടി? ഈ കോലത്തിനോട് എന്തിനാ കണ്ണുകടി? ശരി, ഇതിനപ്പുറവും എനിക്ക് പറയാൻ കഴിയും. ഞാനിത് പറയാത്തത് പലർക്കും പ്രയാസമുണ്ടായാൽ ദീനിന് നഷ്ടമുണ്ടാവും എന്നതുകൊണ്ടാണ്. ആർക്ക് ദീന് നഷ്ടമാകും? ഇതിന്റെ പിന്നിലൊക്കെ നടന്ന പല കളികളും എനിക്കറിയാം. എന്റെ വഹാബി പ്രയാസ പ്രഭാഷണങ്ങൾ നിർത്താൻ വേണ്ടി നടന്ന വലിയ കളികൾ, സുന്നികൾ നടത്തിയ കളികൾ കൃത്യമായി നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല. സത്യം. പക്ഷെ ഞാൻ ഇന്നൊരു പറഞ്ഞില്ല, പറയാത്തത് കൊണ്ട്. എന്തുകൊണ്ടെന്നാൽ അവരും ഒരു മൂവ്മെന്റിന്റെ ഭാഗമാണ്. അതിവിടെ നടന്നാൽ സുന്നികൾക്ക് നടക്കാൻ കഴിയും. സുന്നി വഹാബി ഇസ്ലാം പറയും. ഇതൊരു സത്യമാണ്.
എന്റെ വഹാബി പ്രഭാഷണത്തിനെതിരെ സുന്നി നേതാക്കന്മാർ നടത്തിയ വലിയ കളികൾ എനിക്കറിയാം. അത് കുട്ടിയെ ഞാൻ പറയാം, കുട്ടിയാരെ പറയും. പിന്നെ പറയാൻ നിർബന്ധം. എന്തുകൊണ്ട്? ഇവർ അത്രത്തോളം കളിച്ചാൽ ഞാൻ കുടുങ്ങിയ പറയണ്ട. പക്ഷെ പറയൂല. ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം. പറയാനറിയില്ല. ഇവിടെ കൊണ്ടുവന്നേക്കാം. അന്ന് നിലനിന്നാൽ ചുമരുണ്ടായാലല്ലേ ഒരു കാലത്ത് നല്ലൊരു ചിത്രകാരനെ വരക്കാൻ കഴിയും. ചുമര് തകർത്തിട്ട് എന്റെ കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ബാപ്പാന്റെ അവറത്താണ്. എന്റെ ദീനി പ്രവർത്തനം ബാപ്പാന്റെ അവറത്താണ്. ബാപ്പാന്റെ അവറത്ത് കണ്ടാൽ മിണ്ടാൻ പറ്റൂല, ചിരിക്കാൻ പറ്റൂല. ആരെങ്കിലും തന്നെ അവിടുന്ന് കണ്ടിരിക്കല്ലേ പിന്നെ ചിരിക്കലാണ്. അപ്പൊ എന്തിനാ വാപ്പാന്റെ അവറത്തേക്ക് പോയി നോക്കണേ? എന്താണ് മൂല്യം? ചിലപ്പോ തുണി ശരിയാക്കിയാൽ ഉറക്കം നഷ്ടപ്പെടുത്തി മുട്ടമ്പടി കൊണ്ട് കിട്ടും. അവിടത്തേക്ക് നോക്കിനോ? അങ്ങനെ കൊടുക്കല് ഇത് ചില്ലറയും കൊണ്ടൊന്നും പോലും എപ്പൊ കൊണ്ടുപോയാൽ നടത്തി കൊണ്ടുപോകാം. നൂല് ഊരി കെട്ടിയാലൊന്നും തീരുന്ന പ്രശ്നമല്ല. അത് ഷോക്ക് അടിപ്പിക്കണം. 100% തിന്നിയുടെ ആളുകളാണ്. 100% പേച്ചവരാണ്. 100% പേച്ചു. മൂപ്പര് മാത്രം അത് ബാത്തിന്റെ അവരാണ്. അതേ സമയത്ത് അവരെ പോലെ സുന്നത്തെടുക്കുന്നവരാരാണ്. ചില സുന്നി പണ്ഡിതന്മാരുടെ മോശത്തരങ്ങളെ ജീവിതത്തിൽ കണ്ട് അവരെ കൂടെ നടന്ന് അവരെ മനസ്സിലാക്കി അവർക്ക് ഹക്കില്ല എന്ന് മനസ്സിലാക്കി ചില സുഹൃത്തുക്കൾ ഇന്നലെ എന്നോട് ചോദിച്ചു, തബ്ലീഗിൽ പോകുന്നതാണ് നല്ലത്. തബ്ലീഗിന്റെ അടുത്ത് കൂടി പോയി നോക്കിയതേ, എന്നിട്ടാണ് ഈ വന്നിട്ട് ഇരുന്നിട്ട് ഈ ആടുന്നത്. തബ്ലീഗ് ജമാഅത്ത് പിഴച്ച കക്ഷിയാണെന്ന് കണ്ണിയത്തടക്കുള്ള ആലിമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ നല്ലവരാണ്. അവര് പയച്ചവരാണ്. അവര് നല്ലവരാണ്. ആര് പയച്ചവര്? പിന്നെയും നേരെ കയറി വഹാബിയുടെ മണ്ടക്ക്. എന്ത് മനസ്സിലാണ്? പോവാ, പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങൾ പോകരുതേ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിച്ചോളി. സത്യാണത്. അത് വരത്തില്ല. അതാരെങ്കിലും നോക്കി തീരുമാനിക്കണ്ടല്ല. അത് ഇമാം ഷാഫി തങ്ങളുടെ മാർഗമാണ്, ഇമാം നബി തങ്ങളുടെ മാർഗമാണ്, ഇബ്നു ഹജർ തങ്ങളുടെ മാർഗമാണ്, ബഹുമാനപ്പെട്ട മഖ്ദൂമിന്റെ മാർഗമാണ്, ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ മാർഗമാണ്, കണ്ണിയത്തിന്റെയും ശംസുദ്ദീന്റെയും ബാഫഖ് തങ്ങളുടെ പൂക്ക തങ്ങളുടെ മാർഗമാണ്. നിങ്ങളെ മാർഗമല്ലേ? അപ്പൊ അല്ലാഹു തആല മാർഗത്തിൽ നേരത്തെ തരട്ടെ. മനസ്സിലാവുന്നുണ്ടോ? വളരെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഷാഫി ഇമാമിന്റെ മാർഗമാണ്, അതുപോലെ തന്നെ നവവി ഇമാമിന്റെ മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉസ്താദുമാരുടെ ഒക്കെ പേരുകൾ പറഞ്ഞു. അപ്പോ ഈ ഷാഫി ഇമാമ്, അതിനു മുമ്പുള്ള അബു ഹനീഫ അല്ലേ, ഹനഫി ഇമാമിന്റെ മാർഗം അല്ലേ അത്? അതുപോലെ തന്നെ മാലിക് ഇമാമിന്റെ മാർഗം അല്ലേ അത്? അതുപോലെ തന്നെ അഹ്മദ് ബിൻ ഹംബലിന്റെ മാർഗം അല്ലേ അത്? ഇമാം റാഫിയുടെ മാർഗം അല്ലേ അത്? അത് ഇമാം റാഫി മൂപ്പര് പറയാൻ തെറ്റിയതായിരിക്കാം. എന്നാൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ആ മഹാനായ പണ്ഡിതൻ, അവര് പഠിച്ചത് ഖുർആനും സുന്നത്തും അല്ലേ? വേറെ എവിടുന്നേലും കൊടുക്കുന്ന ഏതെങ്കിലും ബാലരമീം ബാലമംഗളാണോ? എന്റെ പൊന്നാർ റഹ്മത്തുള്ള കാസിമെ ആണോ? അപ്പോ ഇത് ആദ്യം ഷാഫി മദ്ഹബിൽ കൂടി കൊടുന്നിട്ട് പിന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഇത് പിന്നെ ഷിയായിസാക്കി. അല്ല, അങ്ങനെയല്ല. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും. അതാണോ ഇവരൊക്കെ പറഞ്ഞിക്കണെന്ന് നോക്കുക. ഓക്കെ, അവരത് പറഞ്ഞിക്കണു എങ്കിൽ അത് തന്നെയാണ് ഇസ്ലാം. അത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഷാഫി ഇമാമിന്റെ മേലക്കും ഉണ്ട് അല്ലേ? ഷാഫി ഇമാം താബിയാണ്. അതിനു മുമ്പ് സ്വഹാബാക്കളില്ലേ? ആ സ്വഹാബാക്കള് അവര് പഠിച്ച ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ലേ? എന്തായാലും നിങ്ങൾ ബാക്കിയും കൂടി പറഞ്ഞിട്ട് നിർത്തി, എന്നിട്ട് നമുക്ക് കുറച്ച് പറയാം. ഇവർക്കൊക്കെ അറിയാം. എന്നിട്ട് തലതിരിച്ചിട്ടേ പറയുള്ളൂ. പലപ്പോഴും പലതും കാണുമല്ലോ. എന്തിന് അപ്പോ നിങ്ങൾക്ക് ഒരു
ഉന്നതനായ വ്യക്തിയിൽ നിന്നുണ്ടായ ദുരനുഭവം നിങ്ങളുടേത് മാത്രമാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരും അനുഭവം എന്റെ അനുഭവം. മൂപ്പര് ഉന്നതനായ വ്യക്തിയാ, മൂപ്പര് ഉന്നതിയുടെ കാര്യമാണ്. സംഭവം നാശാവും. എന്താ പ്രശ്നം? ഇതൊക്കെ തന്നെ പ്രശ്നം. പിശാചാണ്. അതാണ് മോശപ്പെട്ടവനെ കൊണ്ട് പിശാച് നല്ലത് ചെയ്യിക്കും, നല്ലവനെ കൊണ്ട് പിശാച് മോശം ചെയ്യിക്കും. ഇതിന്റെ കളി പിശാചിന്റെ സത്യാണ്. പിശാചി പല കോലത്തിലും വരും. ചെയ്യുമ്പോ കുതിര കളിക്കാൻ നടക്കുന്നത് നടന്നാൽ അള്ളാഹു തആല ലിസ്റ്റിന് വിട്ടു. എനിക്കെതിരെ ആര് കളിച്ചാലും ദുനിയാവിലെ അള്ളാഹു തആല എനിക്കെതിരെ ആര് കളിച്ചാലും ദുനിയാവില് അള്ളാഹു താല ഓലങ്ങനെ വലിച്ച് കീറിയിട്ട് ഇങ്ങനെ അല്ലേ, ഏത് ഇങ്ങനെ പേപ്പർ കീറുന്ന പോലെ ഇങ്ങനെ കീറിയിട്ട് 4ആയിട്ട് 5ആയിട്ട് 6ആയിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഇടുന്നവരാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞത്? നിങ്ങൾ ബാപ്പയുടെ ഔറത്ത് കണ്ടവനാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു. അതാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥയും. ഇപ്പോ എവിടുന്നൊക്കെ വിട്ടു, എവിടേക്കൊക്കെ പോകാൻ നിന്നു. ഉമ്മാമ അടിയന്തരത്തിന് പോയമാര് അല്ലേ, അവിടുന്ന് വിടുകയും ചെയ്തു, ഇവിടേക്ക് എത്തുകയും ചെയ്തില്ല. ഇനിയിപ്പോ എവിടേക്കാ പോകണ്ട, എവിടേക്കും പോകാല്ല. എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് ഇങ്ങനെ ജൽപ്പനങ്ങൾ ജൽപ്പിക്കാം. നിങ്ങളതൊക്കെ രേഖപ്പെടുത്തിക്കോളി. എന്നിട്ട് ഞാൻ മരിച്ചുമ്പോ എനിക്ക് ജദുബായിരുന്നു, ജദുബിന്റെ ഹാലായിരുന്നു, മജ്ദൂബായിരുന്നു എന്നൊക്കെ കണ്ട് പറഞ്ഞോളിയും. ഏത് ഫനയും ഫനാവുൽ ഫനയൊക്കെ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കൂട്ടലും കാട്ടലും ഒക്കെ നടത്തുന്നത് അല്ലേ? അത് ജനങ്ങള് തീരെ ബുദ്ധി ഇല്ലാത്തവരൊന്നല്ല, അന്നം കഴിക്കുന്നവരാണ്. അവര് മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ്. ഈ പറയലുകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഉറക്കം നടിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഉറങ്ങുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ തട്ടി വിളിച്ച് നിങ്ങൾക്ക് ഈ സത്യം പറഞ്ഞു തരാമായിരുന്നു. എന്നാൽ നിങ്ങൾ ഉറക്കം നടിക്കുമ്പോൾ നിങ്ങളെ എങ്ങനെയാ ഉണർത്തുക അല്ലേ? നിങ്ങൾ ഉണർന്നു കിടക്കുകയല്ലേ. അപ്പോ ഇതുപോലെയുള്ള ജൽപ്പനങ്ങൾ കേട്ടിട്ട് ഇയാളുടെ ആ ഒരു വാദഗതിയുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപകടത്തിലേക്കാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് തുറന്നു കാണിച്ചത്. അള്ളാഹു സത്യം സത്യമായി കൊണ്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും ആ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും അള്ളാഹുവിന്റെ അനുഗ്രഹം അത് നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.